ഗെയ്സ്, ഇതാണ് എൻ്റെ കോളേജ്, രാജധാനി കോളേജ്. കഴിഞ്ഞ 4 വർഷം മുമ്പ് ഈ കോളേജിൽ വന്നിട്ടുള്ള എല്ലാ പിള്ളേരുടെയും സ്വപ്നമായിരിക്കും ഇങ്ങനൊരു ദിവസം അവിടെ പോയി നിൽക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് അവിടെ പോകാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, സങ്കടം വന്നാൽ, സന്തോഷം വന്നാൽ എൻ്റെ ലൈഫിൽ അത്രയും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ആ കോളേജിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പ്രശ്നം വന്ന സമയത്ത് ആരും എൻ്റെ കൂടെ നിന്നിട്ടില്ല, ഇവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കങ്ങനെ കുറേ ഫ്രണ്ട്സ് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഒരാൾ മതി, ഒരാൾ മാത്രം മതി. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ശരിക്കും മാറും. അന്നത്തെ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലണമെന്ന് അത്രയും ആഗ്രഹിച്ച ഒരാൾ ഇവനായിരുന്നു. അവൻ ആ സ്റ്റേജിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. ശരി, ഞാനിങ്ങനെ ഞൊണ്ടി ആ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. ഞാൻ ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു, ഭയങ്കര ബോധേഡായിരുന്നു. ആ കോളേജിലുള്ള ബാക്കി എല്ലാവരും എന്നെ നോക്കി ചിരിക്കുവാണല്ലോ, കളിയാക്കുവാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുമായിരുന്നു. ഞാൻ ഈ സ്റ്റേജിൽ കൂടെ ഇങ്ങനെ ഞൊണ്ടി പോകുന്ന കണ്ടിട്ട്. ഇതെൻ്റെ അനിയത്തിയാണ്. ഞാൻ ആ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഇവിടെയുള്ള ആരെയും നോക്കണ്ട, ഇത് ചേച്ചിയുടെ ഹാർഡ് വർക്കാണ്, ചേച്ചി അത് മാത്രം ചേച്ചി നോക്കിയാൽ മതിയെന്ന്. എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയുണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാണല്ലേ വിഷമിക്കുന്നത്? പക്ഷെ നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബാക്ക് ടു നോർമൽ ആവുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം.